2015-2016 ടൈമിൽ ഞാൻ 1-2 സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫെയിൽ ആയതിനു ശേഷം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എൻ്റെ സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ ആയത് എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ ഏകദേശം 150 ബിസിനസ്, സെയിൽസ്, മാർക്കറ്റിംഗ്, സെൽഫ് ഹെൽപ്പ് ബുക്കുകളൊക്കെ വായിച്ചതിന് ശേഷം 10-20 ബുക്കാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. ഈ വീഡിയോയിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 10 സെൽഫ് ഹെൽപ്പ്, സെയിൽസ്, ഇതിനു പുറമെ ബിസിനസ് റിലേറ്റഡ് ബുക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ 10 ബുക്കുകളും വായിച്ചു കഴിഞ്ഞാൽ അവരുടെ നോളജ് പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വണ്ണാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, റിട്ടൺ ബൈ നെപ്പോളിയൻ ഹിൽ. ഈ ബുക്ക് ഏകദേശം 100 മില്യൺ കോപ്പീസ് ഇതുവരെയായിട്ടും സെല്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1937 നെപ്പോളിയൻ ഹിൽ എഴുതിയ ഈ ബുക്ക് സ്റ്റിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. നെപ്പോളിയൻ ഹിൽ 500 സക്സസ്ഫുൾ ആയിട്ടുള്ള USA ബിസിനസ് ഓൺട്രപ്രണേഴ്സിൻ്റെ സ്റ്റോറി മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ നിങ്ങൾക്കും ഇവരുടെ സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ബുക്കിൽ ആൻഡ്രൂ കാർണഗി, ഹെൻറി ഫോർഡ്, ഇതേപോലുള്ള USA ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ സ്റ്റോറീസാണ് പറയുന്നത്. മെയിനായിട്ട് ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഡിസയർ, ഫെയ്ത്ത്, ഓട്ടോ സജഷൻ, സ്പെഷ്യലൈസ്ഡ് നോളജ്, പെർസിസ്റ്റൻസ്, പിന്നെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പും. സെക്കൻഡ് വൺ ആണ് ദ ലീൻ സ്റ്റാർട്ടപ്പ് ബൈ റീസ്. ഏകദേശം 1 മില്യൺ കോപ്പീസ് ആണ് ഈ ബുക്ക് സെല് ചെയ്യപ്പെട്ടത്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ വലിയൊരു ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിൽ ചെറിയൊരു ലീൻ ആയിട്ടുള്ള ടീമിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാം എന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ബുക്കിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പിക്കാണ് ബിൽഡ്, മെഷർ, ലേൺ, ഫീഡ്ബാക്ക് ലൂപ്പ്. ഈ ലൂപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിന്നിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റും കണ്ടെത്താൻ പറ്റും. പിന്നെ പറയുന്നത് മിനിമം വയബിൾ പ്രൊഡക്റ്റ്, MVP എങ്ങനെ ബിൽഡ് ചെയ്യണം, പിവറ്റിംഗ് എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ ഐഡിയാസ് എങ്ങനെ വാലിഡേറ്റ് ചെയ്യണം, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ ഇന്നോവേഷൻസ് എങ്ങനെ കൊണ്ടുവരണം, ഇതേപോലുള്ള ടോപ്പിക്കുകളാണ് ഈ ബുക്കിൽ കവർ ചെയ്യുന്നത്. തേർഡ് വൺ ആണ് 0 to 1 ബൈ പീറ്റർ തീൽ. പീറ്റർ തീൽ എന്ന് പറയുന്നത് പേപ്പാലിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിരുന്നു. ഇതിനു പുറമെ ഫേസ്ബുക്കിത്തെ വൺ ഓഫ് ദ ഏർലി ഇൻവെസ്റ്ററും കൂടിയാണ് പീറ്റർ തീൽ. പീറ്റർ തീലിൻ്റെ 0 to 1 എന്ന് പറഞ്ഞ ബുക്ക് ഏകദേശം 3 മില്യൺ കോപ്പീസ് ആണ് സെല് ചെയ്തത്. കോമ്പറ്റീഷനിൽ ഫോക്കസ് ചെയ്യാതെ ഇന്നോവേഷനിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ ഒരു മൊണോപ്പൊളി ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവരുത്താൻ പറ്റും എന്നുള്ളതാണ് 0 to 1 എന്ന് പറഞ്ഞ ബുക്കിൽ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ടോപ്പിക്. ഫോർത്ത് വൺ ആണ് റിലീസ് യുവർ ബ്രേക്സ് ബൈ ജെയിംസ് ന്യൂമാൻ. 500,000 കോപ്പീസ് ആണ് ഈ ബുക്ക് സെല് ചെയ്യപ്പെട്ടത്. റിലീസ് യുവർ ബ്രേക്സ് എന്ന് പറയുന്ന ബുക്ക് ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ അല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിലീസ് യുവർ ബ്രേക്സ് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത്. ഈ ബുക്ക് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ബ്ലോക്സ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് വൺ ആണ് ദ ആർട്ട് ഓഫ് വാർ ബൈ സൺസു. സൺസു എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ചൈനീസ് മിലിറ്ററി ലീഡറാണ്. ഏകദേശം 10 മില്യൺ കോപ്പീസ് ആണ് ദ ആർട്ട് ഓഫ് വാർ എന്ന് പറഞ്ഞ ബുക്ക് സെല് ചെയ്യപ്പെട്ടത്. 5th സെഞ്ച്വറി BC ജീവിച്ചിരുന്ന ഒരു ചൈനീസ് ലീഡറാണ് സൺസു. ഈ ബുക്കിൽ പറയുന്ന സ്ട്രാറ്റജീസ്, ടാക്ടിക്സ്, ലീഡർഷിപ്പ്, അഡാപ്റ്റബിലിറ്റി, സൈക്കോളജിക്കൽ വാർഫെയറുകളൊക്കെ സ്റ്റിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലും മിലിറ്ററിയിലും CEOസും ആൻട്രപ്രണേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ആറാമത്തേതാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണഗി. 30 മില്യൺ കോപ്പീസ് ആണ് ഈ ബുക്ക് സെല് ചെയ്യപ്പെട്ടത്. ഒരു ആൻട്രപ്രണർ ആണെങ്കിൽ എംപതി, ലീഡർഷിപ്പ് സ്കില്ല്, സിമ്പതി, കമ്മ്യൂണിക്കേഷന്, പെർsuasion ഇതേപോലുള്ള സ്കില്ലുകളൊക്കെ വളരെ അത്യാവശ്യമാണ്. ഈ സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് വളർത്തണം എന്നുണ്ടെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് വളരെയധികം തന്നെ യൂസ്ഫുൾ ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ് ആണെങ്കിലും ഈ ബുക്ക് നിങ്ങൾക്ക് വളരെയധികം തന്നെ യൂസ്ഫുൾ ആയിരിക്കും. 7th വൺ ആണ് ദ ഹാർഡ് തിങ് അബൌട്ട് ഹാർഡ് തിങ്സ് ബൈ ബെൻ ഹൊറോവിറ്റ്സ്. ഏകദേശം 1 മില്യൺ കോപ്പീസ് ആണ് ഈ ബുക്ക് സെല് ചെയ്തത്. ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം, അതിനു പുറമെ ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ എങ്ങനെ ഒരാളെ ഫയർ ചെയ്യണം, നിങ്ങളൊരു CEO ആണെങ്കിൽ എങ്ങനെ ഡിസിഷൻസ് എടുക്കണം, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എങ്ങനെ സ്കെയിൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ബുക്കിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഫൗണ്ടറോ അല്ലെങ്കിൽ CEO ആണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്കൊരു മസ്റ്റ് റീഡ് ആണ്. 8ാമത്തേതാണ് ഗുഡ് ടു ഗ്രേറ്റ് ബൈ ജിം കോളിൻസ്. 4 മില്യൺ കോപ്പീസ് ആണ് ഈ ബുക്ക് സെല്ല് ചെയ്യപ്പെട്ടത്. ഈ ബുക്കിന്റെ സമ്മറിയാണ് എങ്ങനെയാണ് ഒരു ഗുഡ് കമ്പനി നമുക്ക് ഗ്രേറ്റ് കമ്പനി ആക്കാൻ പറ്റും എന്നുള്ളത്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടോപ്പിക്സ് ആണ് ലെവൽ 5 ലീഡർഷിപ്പ്, ഹെഡ്ജ് ഹോഗ് കോൺസെപ്റ്റ്, ഫ്ലൈവീൽ എഫക്റ്റ്, കൾച്ചർ ഓഫ് ഡിസിപ്ലിൻ. ഈ ബുക്ക് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ
കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ലോങ് ടേമിൽ എങ്ങനെ നിങ്ങൾക്കൊരു ഗ്രേറ്റ് കമ്പനി ആക്കിയിട്ട് വളർത്താൻ പറ്റും എന്നുള്ളതാണ് 9th ഒന്നാണ് ദ ഇമിത്ത് റീവിസിറ്റഡ്. എഴുതിയത് മൈക്കിൾ ഇ ഗെർബർ. ഏകദേശം 5 മില്യൺ കോപ്പീസാണ് ഈ ബുക്ക് സെല് ചെയ്യപ്പെട്ടത്. ഈ ബുക്കിന്റെ സമ്മറിയാണ് എന്തുകൊണ്ടാണ് സ്മോൾ ബിസിനസ്സുകളൊക്കെ ഫെയിൽ ആവുന്നത്. ഇത് ഫെയിൽ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയ ബിസിനസ്സുകളിൽ എങ്ങനെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ബുക്കിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ആണ് വർക്കിംഗ് ഓൺ ദ ബിസിനസ്സും വർക്കിംഗ് ഇൻ ദ ബിസിനസ്സും. ഇതിനു പുറമെ സിസ്റ്റംസ് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, പിന്നെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ ബുക്ക് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ സിസ്റ്റംസ് എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എക്സ്പോണൻഷ്യലായിട്ട് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 10th ഒന്നാണ് ബിൽഡ് ടു ലാസ്റ്റ് ബൈ ജിം കോളിൻസ്. ഏകദേശം 3 മില്യൺ കോപ്പീസാണ് ഈ ബുക്ക് സെല് ചെയ്തത്. ഈ ബുക്കിന്റെ മെയിൻ സമ്മറിയാണ് എന്തുകൊണ്ടാണ് ചില കമ്പനീസ് കാലങ്ങളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്. മെയിനായിട്ട് ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് കോർ ഐഡിയോളജി, ബാഗ്സ് അഥവാ ബിഗ് ഹെയറി അംബീഷ്യസ് ഗോൾസ്, ക്ലോക്ക് ബിൽഡിംഗ് വേഴ്സസ് ടൈം ടെല്ലിംഗ്, ഇതേപോലെയുള്ള ടോപ്പിക്സ്. ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ചില കമ്പനീസ് കാലങ്ങളായിട്ട് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.